നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മിന്നൽ പ്രതാപൻ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കേട്ടതാണ്. SHO പ്രതാപചന്ദ്രന്റെ ശൂര പരാക്രമണ വാർത്തകളെല്ലാം തന്നെ. മിന്നൽ പിണറായി അല്ല, മിന്നൽ പ്രതാപനെ പൂട്ടാൻ കോടതി തന്നെ നേരിട്ട് ഇറങ്ങുന്ന വാർത്ത പുറത്തു വരുന്നു. ഗർഭിണിയായ യുവതിയെ പിടിച്ചുതള്ളി കരണത്തടിച്ച എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ മുൻ SHO KG പ്രതാപചന്ദ്രനെതിരെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം. മർദ്ദനത്തിന് ഇരയായ തൊടുപുഴ സ്വദേശി ഷൈമോളും ഭർത്താവ് ബെൻജോ ബേബിയും എറണാകുളം അഡീഷണൽ CJM കോടതിയിലാണ് ഇക്കാര്യം ഉന്നയിച്ചത്. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾക്കായി ഹൈക്കോടതിയിലും പ്രതാപചന്ദ്രനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ACJM കോടതിയിലും ദമ്പതികൾ സ്വകാര്യ അന്യായങ്ങൾ നേരത്തെ ഫയൽ ചെയ്തിരുന്നു. ACJM കോടതി ഇന്നലെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടത്. ദമ്പതികളുടെ വീട്ടിലെ ജീവനക്കാരനായ പശ്ചിമ ബംഗാൾ സ്വദേശി ആബിദ് ആലം സാക്ഷി എന്ന നിലയിൽ കോടതിയിൽ മൊഴി നൽകി. സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാൻ സർക്കാരിന്റെ അനുമതി വേണമോ എന്ന് അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേസ് 17 വീണ്ടും പരിഗണിക്കും. സംഭവം നടക്കുമ്പോൾ ഷൈമോൾ 3 മാസം ഗർഭിണിയായിരുന്നു. അതേസമയം 2024 ജൂൺ 20 സ്റ്റേഷനിൽ ഗർഭിണിക്ക് മർദ്ദനമേൽക്കുന്നതിന് മുൻപുള്ള CCTV ദൃശ്യങ്ങളും ഇന്നലെ പുറത്തു വന്നു. അതിൽ ദമ്പതികൾ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതോ കുഞ്ഞുങ്ങളെ നിലത്തെറിയാൻ ഷൈമോൾ ശ്രമിക്കുന്നതോ ആയ ദൃശ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അധികാരത്തിന്റെ ഹുങ്കിൽ സാധാരണക്കാരുടെ നെഞ്ചത്ത് കൈവയ്ക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയൊരു പാഠമായി മാറുകയാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പഴയ സംഭവം. മാത്രമല്ല, എങ്ങനെയാണ് ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥൻ ആവാതിരിക്കുക, അല്ലെങ്കിൽ നല്ല പോലീസുകാരൻ ഒരിക്കലും ആകരുത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് SHO മിന്നൽ പ്രതാപൻ എന്ന് പറയുന്നത്. അതായത് എത്രയൊക്കെ നമ്മൾ നമ്മുടെ കരിയറിൽ ബിൽഡ് ചെയ്ത് മുകളിലേക്ക് വന്നാലും ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ ഇത്തരത്തിൽ കൈവച്ചിട്ടുണ്ടെങ്കിൽ, കർമ്മ എന്നുണ്ടെങ്കിൽ അവന് കിട്ടിയിരിക്കുക തന്നെ ചെയ്യും എന്നാണ് സാധാരണക്കാർ പറയുന്നത്. എന്തായാലും അത് തന്നെയല്ലേ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഗർഭിണിയായ യുവതിയെ കരണത്തടിച്ച മുൻ SHO KG പ്രതാപചന്ദ്രനെതിരെയുള്ള നിയമ പോരാട്ടം വെറും ഒരു സസ്പെൻഷനിൽ ഒതുക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ബെൻജോ ഷൈമോൾ ദമ്പതിമാർ. മിന്നൽ പ്രതാപൻ എന്നാണ് പോലീസ് സേനയിൽ പ്രതാപനുള്ള വിളിപ്പേര്. CCTV ദൃശ്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ പ്രതാപചന്ദ്രൻ എന്ന ഉദ്യോഗസ്ഥന്റെ ക്രൂരതയുടെയും മർദ്ദന മനോഭാവത്തിന്റെയും കറുത്ത ഏടുകളാണ് ഓരോന്നായി പുറത്തു വരുന്നത്. 2024 ജൂൺ 20 കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ആ സംഭവം നടന്നത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ഭർത്താവിനെ അന്വേഷിച്ചാണ് കൈക്കുഞ്ഞുമായി ഷൈമോൾ നോർത്ത് സ്റ്റേഷനിൽ എത്തിയത്. ആ സമയത്ത് ഗർഭിണി കൂടിയായിരുന്ന ഷൈമോളോട് പ്രതാപചന്ദ്രൻ പെരുമാറിയത് ഒരു ക്രിമിനലിനോടെന്ന വണ്ണമായിരുന്നു. വാക്കേറ്റത്തിനിടെ യുവതിയുടെ കരണത്ത് പ്രതാപചന്ദ്രൻ ആഞ്ഞടിക്കുകയായിരുന്നു ഉണ്ടായത്. ഷൈമോളെ മർദ്ദിച്ച സംഭവത്തിൽ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ തുടക്കത്തിൽ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിരുന്നില്ല. എന്നാൽ ദമ്പതിമാർ ഹൈക്കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് ദൃശ്യങ്ങൾ കൈമാറാൻ പോലീസ് നിർബന്ധരായത്. ഈ ദൃശ്യങ്ങൾ കോടതിയിൽ എത്തുന്നതോടുകൂടി പ്രതാപചന്ദ്രന്റെ വാദങ്ങളെല്ലാം പൊളിയുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. നോർത്ത് സ്റ്റേഷനിൽ നിന്ന് പിന്നീട് അരൂരിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച പ്രതാപചന്ദ്രൻ അവിടെ SHO ആയിരിക്കെയാണ് ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്നത്. സസ്പെൻഷൻ കാലയളവിൽ ഇദ്ദേഹത്തിനെതിരെ കൂടുതൽ വകുപ്പുതല ചുമതലകൾ, അന്വേഷണങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ തള്ളിമാറ്റിയെന്നും കുഞ്ഞുങ്ങളെ നിലത്തിറങ്ങി കൊല്ലാൻ ശ്രമം നടത്തിയെന്നും അതിനെ തുടർന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പോലീസിന്റെ ആദ്യത്തെ കള്ളക്കഥകൾ ഹൈക്കോടതി ഇടപെടലിലൂടെ പുറത്തുവന്ന CCTV ദൃശ്യങ്ങളോടെ പൊളിഞ്ഞു. ശാന്തമായി നിൽക്കുന്ന യുവതിയെ CI തല്ലുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. മുഖ്യമന്ത്രി ഇടപെട്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് വകുപ്പ് തല നടപടി മാത്രമാണെന്നും കോടതിയിൽ നിന്ന് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെ പോരാട്ടുമെന്നുമാണ് ഷൈമോൾ പറയുന്നത്. കേസ് ഇപ്പോൾ എറണാകുളം ACJM കോടതിയുടെ പരിഗണനയിലാണുള്ളത്. പ്രതാപചന്ദ്രനെതിരെ ഉയരുന്ന ആദ്യ പരാതിയല്ല ഇത്. 2023 ഏപ്രിൽ 1 നോർത്ത് റെയിൽവേ മേൽപ്പാലത്തിന് താഴെ വിശ്രമിക്കുകയായിരുന്ന റനീഷ എന്ന യുവാവിനെ പ്രതാപചന്ദ്രൻ ക്രൂരമായി തല്ലി ചതച്ച സംഭവം ഇതിനോടകം തന്നെ ചർച്ചയായിരുന്നു. കാക്കനാട് വീടുള്ളവൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നതായിരുന്നു മർദ്ദനിക്കാനുള്ള ഏക കാരണം. മറുപടി പറഞ്ഞ റനീഷിനെ ലാത്തി കൊണ്ട് ക്രൂരമായി തല്ലിയപ്പോൾ മർദ്ദനത്തിന്റെ ആഘാതത്തിൽ ലാത്തി ഒടിഞ്ഞുപോയി എന്നാണ് പരാതി. മർദ്ദനമേറ്റ സ്റ്റേഷനിൽ വെച്ച ഛർദിച്ച അവശനായ റനീഷിനെ ഒടുവിൽ പോലീസ് തന്നെ ആശുപത്രിയിലാക്കി. അതുപോലെ 2023 മെയ് 16 കലൂരിൽ ചായ കുടിക്കാൻ പോയ സനൂപ് എന്ന യുവാവിനും പ്രതാപചന്ദ്രന്റെ പോലീസ് മുറ അനുഭവിക്കേണ്ടി വന്നു. പോലീസ് നടപടി ഫോണിൽ പകർത്തിയോ എന്ന് ആരോപിച്ച സനൂപിനെ ക്രൂരമായി മർദ്ദിക്കുകയും കള്ളക്കേസിൽ കുടുക്കി റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. എന്നാൽ താൻ ചെയ്തത് പെട്ടെന്നുണ്ടായ പ്രതികരണമാണെന്നും യുവതി പ്രകോപിച്ചു എന്നുമാണ് സസ്പെൻഷനിലായ പ്രതാപചന്ദ്രൻ ഇന്നലെയും വാദിച്ചത്. എന്നാൽ പഴയ പരാതികളും ഓരോന്നായി പുറത്തു വരുന്ന ദൃശ്യങ്ങളും പ്രതാപചന്ദ്രൻ എന്ന ഉദ്യോഗസ്ഥന്റെ സ്വഭാവ ദൂഷ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.
ഗർഭിണിയായ ഷൈമോളെ മർദ്ദിക്കുന്നതിന് മുൻപ് നോർത്ത് സ്റ്റേഷനിലെ തന്നെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ കാണാനെത്തിയ സുഹൃത്തായ യുവതിയോടും ഇദ്ദേഹം മോശമായി പെരുമാറിയതായി പരാതിയുണ്ട്. അനുവാദമില്ലാതെ യുവതിയുടെ ഫോട്ടോ എടുത്തുവെന്നായിരുന്നു ആരോപണം. മിന്നലിന്റെ ഫ്യൂസ് ഊരാൻ തന്നെയാണ് കോടതിയുടെ തീരുമാനം. പോലീസും ക്രിമിനലുകൾക്കിടയിലും മിന്നൽ പ്രതാപൻ എന്ന പേര് ഒരു പേടി സ്വപ്നമായിരുന്നു. പ്രതാപചന്ദ്രനെ അങ്ങനെയാണ് ഏവരും വിളിച്ചിരുന്നത്. സാധാരണക്കാരെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാനും കൈവയ്ക്കാനും മടിക്കാത്ത പ്രതാപചന്ദ്രന്റെ രീതികൾ പലപ്പോഴും സിനിമാറ്റിക്കായ ഹീറോയിസം കാണിക്കാനുള്ള ശ്രമമായിരുന്നു എന്നാണ് ഉയരുന്ന ആക്ഷേപം. ചോദ്യം ചെയ്യലിലെ വേഗതയും ക്രൂരതയും മിന്നലിന്റെ പ്രത്യേകതയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ലാത്തിയെടുത്ത് പ്രയോഗിക്കുന്ന രീതിയാണ് ഇദ്ദേഹത്തിന് ഈ പേര് നേടാനുള്ള കാരണം. എന്തിനാണ് തല്ലുന്നതെന്ന് ചോദിക്കാൻ പോലും ഇരകൾക്ക് സമയം നൽകാതെ ആ രീതിയിൽ അടിച്ച് ഇല്ലാതാക്കും. തല്ലിന്റെ ആഘാതത്തിൽ ലാത്തി ഒടിഞ്ഞുപോയ സംഭവത്തോടു കൂടിയാണ് മിന്നൽ പ്രതാപൻ എന്ന പേര് കൂടുതൽ ചർച്ചയായത്. കർശനക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന ഇമേജ് നിലനിർത്താൻ പ്രതാപചന്ദ്രൻ ബോധപൂർവം ശ്രമിച്ചിരുന്നു. കല്ലൂരിലും നോർത്തിലും രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് ഇറങ്ങുമ്പോൾ ഈ കണ്ണിൽ കണ്ടവരെ എല്ലാം സംശയത്തിന്റെ നിഴലിൽ നിർത്തും. ലാത്തി കൊണ്ട് അടിക്കും. അങ്ങനെയാണ് മിന്നൽ പ്രതാപനായി മാറിയത്. എന്തായാലും മിന്നൽ പ്രതാപന്റെ ഫ്യൂസ് വലിച്ചൂരാൻ തന്നെയാണ് ഹൈക്കോടതിയുടെയും തീരുമാനം. കൂടുതലായിട്ട് വീണ്ടും നമ്മളെ ആരോപിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും നിയമപരമായിട്ട് തന്നെ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോകും. നെഞ്ചത്ത് പിടിച്ച് എന്നെ തള്ളുമ്പോൾ ഞാൻ ആളെ ടച്ച് ചെയ്യുന്നുണ്ട്. അത് മാത്രം ഞാൻ ചെയ്ത ഒരു തെറ്റായിട്ടുള്ളത്. കുഞ്ഞുങ്ങളായിട്ട് വന്ന് നിൽക്കുമ്പോൾ സംസാരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെയും ഒരു സ്ത്രീ ഒരു സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പരിഗണനയിലല്ല അവിടെ സംസാരങ്ങൾ നടന്നിട്ടുള്ളത്. അവരെന്നെ ലാസ്റ്റ് പിടിച്ച് പുറത്താക്കി തള്ളി മാറ്റണതും എന്നെ അവിടെ ഇട്ട് ഉപദ്രവിക്കുന്നതും മനസ്സിലായോ. പുള്ളി ഞങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് 2-3 കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളതിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ഒന്ന് അന്വേഷിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് കോടതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്.